സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിമിഷപ്രിയ വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാമെന്നാണ് കാന്തപുരത്തിന്റെ അനുയായി ജവാദ് മുസ്തഫാവി അറിയിക്കുന്നത്. അതിനിടയ്ക്ക് വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ തമസ്കരിക്കാനുള്ള, അതായത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കാനുള്ള മറ്റൊരു നീക്കവും പൊളിഞ്ഞു. തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെ പ്രതിക്കൂട്ടിലായ സാമുവൽ ജെറോം ഇടപെട്ട് നടത്തിയ നീക്കമാണ് പൊളിഞ്ഞത്. നിമിഷപ്രിയ വിഷയത്തിൽ ഇപ്പോൾ യമനിൽ നടക്കുന്ന ചർച്ചകൾ ഏത് തരത്തിലാണ് നീങ്ങുന്നത്? കാന്തപുരത്തിന്റെ ഇടപെടൽ തമസ്കരിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ പൊളിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ആദ്യം യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് പറയാം. നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കാനുള്ള നടപടിയാണ് കാന്തപുരം സൂഫി പണ്ഡിതർ വഴി നടത്തിയ ഇടപെടലിലൂടെ അവസാന മണിക്കൂറുകളിൽ സാധ്യമായത്. വധശിക്ഷ ഒഴിവാക്കാനും നിമിഷപ്രിയയുടെ ജയിൽ മോചനം സാധ്യമാക്കാനുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ യമനിൽ നടക്കുന്നത്. അതിന് ഇനിയും ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നാണ് കാന്തപുരത്തിന്റെ അനുയായിയായിട്ടുള്ള ജവാദ് മുസ്തഫാവി അറിയിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരന്റെ, അതായത് തലാലിന്റെ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതരുടെയും വേദന നാം ഊഹിക്കുന്നതിലും അപ്പുറമാണ്. നീണ്ട 8 വർഷക്കാലം അവർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് നിമിഷപ്രിയയ്ക്കുള്ള വധശിക്ഷ. അവരുടെ സഹോദരന്റെ രക്തത്തിന് പകരം അവർക്ക് ലഭിച്ച നീതി. അതിലാണ് നാം വിട്ടുവീഴ്ചയും ക്ഷമയും ചോദിക്കുന്നത്. ഒരിക്കലും അത് നമ്മുടെ അവകാശമല്ല. കരുണാദ്രമായ മനസ്സിന്റെയും സ്വഭാവ മഹിമകളുടെയും ഉടമകളായ യമനികളുടെ ഔദാര്യമാണ് നാം യാചിക്കുന്നത്. ഇത്രയും സങ്കീർണമായ ഒരു കേസിൽ കുടുംബവുമായി അനുനയ ചർച്ചകൾ നടത്തി മാപ്പ് നൽകാൻ സന്നദ്ധരാക്കുക എന്നത് നിസ്സാരമായ ഒരു ഉദ്യമമല്ല. അങ്ങേയറ്റം ശ്രമകരമായ ദൗത്യമാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജവാദ് പറയുന്നത് പോലെ വളരെ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായുള്ള ചർച്ചകളാണ് യമനിൽ നടന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകളുടെ ആഴവും പരപ്പുമെല്ലാം ജവാദിന്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വരും. അതിനെയെല്ലാം വിശദീകരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഈ പരിശ്രമങ്ങൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല എന്നത് നാം ഉൾക്കൊള്ളണമെന്ന് ജവാദ് തുടർന്നെഴുതുകയാണ്. ഗ്രൗണ്ട് റിയാലിറ്റി നാം ഫേസ്ബുക്കിൽ കാണുന്നതല്ല. പ്രതീക്ഷാർഹമായ രൂപത്തിൽ നമ്മുടെ നീക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണുന്ന ബഹളങ്ങളുടെയും തർക്കങ്ങളുടെയും പിന്നാലെ പോയി ഇല്ലാത്ത തടസ്സങ്ങൾ നമ്മളായി ഉണ്ടാക്കരുത്. മലയാളത്തിലെ പ്രമുഖരായ 2 മാധ്യമങ്ങളുടെ പ്രവർത്തനം പലപ്പോഴും ഈ നിലയിൽ ആയിപ്പോകുന്നുണ്ട്. സ്വാഭാവികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന യമനിലെ സഹോദരങ്ങളുടെ ഫേസ്ബുക്ക് കമന്റുകളിലും ഇൻബോക്സിലും പോയി എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ശരീഅത്ത് നിയമപ്രകാരം ആരുടെ സമ്മതമാണോ നമുക്ക് ആവശ്യമുള്ളത് അവരെല്ലാം ചർച്ചകളിൽ നമ്മോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ഉപാധികളുടെ കാര്യത്തിൽ മാത്രമേ അന്തിമ തീരുമാനം ആകാനുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നമ്മളെ തേടിയെത്തും. ക്ഷമയോടെ കാത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും അതിൻ്റെ ഫലങ്ങളും അറിയിക്കേണ്ടവരെ അതാത് സമയങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ട് എന്നാണ് ജവാദ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. കാന്തപുരം വിരോധം ശ്വാസവായു ആയി കൊണ്ടു നടക്കുന്നവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനാകും എന്ന് കരുതുന്നില്ല എന്നും ജവാദ് എഴുതുകയാണ്. നമുക്കറിയാം, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുള്ള യമൻ കോടതിയുടെ ഉത്തരവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ടപ്പോൾ അത് വിശ്വസിക്കാതെ വ്യാജമാണെന്ന് പ്രചരിപ്പിച്ചവരാണ് നമുക്കിടയിലുള്ളത്. അവരെയെല്ലാം ലക്ഷ്യം വെച്ച് തന്നെയാണ് ജവാദിന്റെ ഈ കുറിപ്പെന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകേണ്ടവരെല്ലാം ഷെയ്ഖ് ഹബീബ് ഉമർ നടത്തുന്ന ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് തലാലിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളുമെല്ലാം ചർച്ചകളുമായി സഹകരിക്കുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലും മറ്റും സജീവമായുള്ള തലാലിന്റെ സഹോദരൻ ഈ വിഷയത്തിൽ വിരുദ്ധ അഭിപ്രായമുള്ള ആളാണ്. അതായത് സാമുവൽ ജെറോമിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ എതിർപ്പ് ശരീഅത്ത് പ്രകാരം നിയമസാധുതയുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗുണപ്രദമായ ചർച്ചകളാണ് യമനിൽ പുരോഗമിക്കുന്നത് എന്ന് കാന്തപുരം ടീം അറിയിക്കുന്നത്. അതേസമയം കാന്തപുരത്തിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലിനെ തമസ്കരിക്കാനുള്ള വളരെ വ്യാപകമായ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. നേരത്തെയും ഇത്തരം പല നീക്കങ്ങളും നടന്നിരുന്നു, അതെല്ലാം പാളിപ്പോയി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം അതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും നാം കണ്ടതാണ്. മാത്രമല്ല, കാന്തപുരത്തിന്റെ ഇടപെടൽ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറായിട്ടില്ല.
അത് നമ്മൾ സുപ്രീം കോടതിയിലും കണ്ടതാണ്. ഇതിനെല്ലാം ശേഷമാണ് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തമസ്കരിക്കാനുള്ള പുതിയ ചില നീക്കങ്ങൾ നടന്നത്. അത് ഇറാനുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. അതായത് ഇറാനെ കേന്ദ്ര സർക്കാർ വഴി ഇടപെടുത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനാണ് നീക്കം നടന്നത്. യമനിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സാമുവൽ ജെറോമാണ് ഈ നീക്കത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാന്തപുരം ഇടപെട്ടില്ല എന്ന തന്റെ വാദം ശരിയാണ് എന്ന് വരുത്തി തീർക്കാനും ഇപ്പോഴുള്ള ആരോപണങ്ങളെ, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതായത് സാമുവൽ ജെറോമിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് സാമുവൽ ഇത്തരം നീക്കം നടത്തിയതെന്ന് എന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷെ അത് പൊളിഞ്ഞു. അതിലേക്ക് വരാം. അതിനു മുമ്പ് നിമിഷപ്രിയ കേസിൽ ഹൂതി സർക്കാരിനെ സ്വാധീനിക്കാൻ നേരത്തെ തന്നെ ഇന്ത്യ ഇറാനുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു. അത് ഒന്ന് പരിശോധിച്ച് നമുക്ക് ഈ സാമുവൽ ജെറോമിന്റെ വിഷയത്തിലേക്ക് തിരികെ വരാം. 2025 ജനുവരിയിൽ ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഡോക്ടർ തഖ്ത് റവാഞ്ചി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി മാനുഷിക അടിസ്ഥാനത്തിൽ ഇറാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 2005 ഫെബ്രുവരി 18 ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കണ്ടപ്പോൾ ഹൂതി പ്രതിനിധി മുഹമ്മദ് അബ്ദുൽ സലാമുമായി നിമിഷപ്രിയയുടെ കേസ് ചർച്ച ചെയ്തു. ഹൂതികളുമായി ഒരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് അരാക്ചി അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇറാൻ സർക്കാരിന്റെ ഈ നീക്കം എങ്ങുമെത്തിയില്ല. അതിന് കാരണം തലാലിന്റെ കുടുംബത്തിന്റെ നിലപാട് തന്നെയായിരുന്നു. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം അന്ന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ മുന്നോട്ട് പോയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കെയാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ തമസ്കരിക്കാൻ വീണ്ടും ചില ഇടപെടൽ നടത്താൻ സാമുവലും സംഘവും കേന്ദ്രം വഴി ഇറാനെ സമീപിച്ചത്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷമാണ് ഈ നീക്കം നടക്കുന്നത്. എന്നാൽ ഇനി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഒരു കുടുംബത്തിന്റെ വികാരത്തിനെതിരെ സംസാരിക്കാൻ കഴിയില്ല എന്ന് ഹൂതി സർക്കാർ അറിയിച്ചുവെന്നാണ് ഇറാനിൽ നിന്ന് കേന്ദ്രത്തിന് കിട്ടിയ മറുപടി. ഒമാൻ വഴി നടത്തിയ ചർച്ചകളും പാളിയിരുന്നു. ഹൂതി സർക്കാർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നയിടത്താണ് കാന്തപുരം സൂഫി പണ്ഡിതന്മാർ വഴി നടത്തുന്ന ചർച്ചയുടെ പ്രസക്തി. കാരണം അവർ ചർച്ച നടത്തുന്നത് കുടുംബവുമായാണ്, സർക്കാരിനോടല്ല. ഇസ്ലാം അനുശാസിക്കുന്ന നിയമത്തിൽ പറയുന്ന മാപ്പും കരുണയും മാത്രമാണ് സൂഫി പണ്ഡിതന്മാർ കുടുംബത്തിന് മുന്നിലോട്ട് വെക്കുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ടത് തലാലിന്റെ കുടുംബമാണ്. അവർ വളരെ നല്ല രീതിയിൽ സൂഫി പണ്ഡിതന്മാരുമായുള്ള ചർച്ചയിൽ സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിലെ കള്ളനാണയങ്ങളെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ചർച്ചകൾ യമനിൽ പുരോഗമിക്കുന്നത്. അതേസമയം മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിലേക്ക് പോകാനുള്ള കേന്ദ്ര അനുമതി തേടി കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. എന്നാൽ സുപ്രീം കോടതിയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് കണക്കിലെടുക്കുമ്പോൾ മധ്യസ്ഥ സംഘത്തെ കേന്ദ്രം അനുവദിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിമിഷപ്രിയയുടെ കുടുംബം ചർച്ച നടത്തിയാൽ മതിയെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി ആയിട്ടുള്ള സാമുവൽ ജെറോമാണ്. പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് സാമുവൽ ജെറോമിന് ഇത്രയും നാളായിട്ട് തലാലിന്റെ കുടുംബത്തെ ഒരു രീതിയിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തലാലിന്റെ പിതാവുമായി ചർച്ച നടത്തിയെന്നുള്ള തെറ്റായ വാദം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് തലാലിന്റെ സഹോദരൻ സാമുവൽ ജെറോമിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. അതിനിടയ്ക്കാണ് കാന്തപുരത്തിന്റെ നീക്കങ്ങളെ തമസ്കരിക്കാനുള്ള തന്ത്രവുമായി സാമുവലും സംഘവും മുന്നോട്ടു പോകുന്നതും അതെല്ലാം പാളിപ്പോകുന്നതും. എന്തായാലും കാന്തപുരം ടീമിൽ നിന്ന് വരുന്ന വാർത്തകൾ നിമിഷപ്രിയയുടെ മോചനത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ചർച്ചകൾ ശുഭകരമായി പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.